So good evening to all. Sound വ്യക്തമായി കേൾക്കാമെന്ന് ഞാൻ കരുതുന്നു. സൗണ്ട് ക്ലിയർ ആണ് എന്ന് കരുതുന്നു. ഐഡിയ ഇസ് ക്ലിയർ. നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ടോപ്പിക് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് എന്നതാണ്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്തത് സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആയിരുന്നു. അതിൽ ആദ്യത്തെ പോയിന്റ് ഓൾറെഡി നിങ്ങളുടെ ബുക്കിനകത്തുണ്ട്. സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സിലെ ഒന്നാമത്തെ പോയിന്റ് ഞാനിവിടെ തന്ന ആദ്യത്തെ പോയിന്റ്, all non-zero digits are significant എന്നതായിരുന്നു ഒന്നാമത്തെ പോയിന്റ്. സീറോ അല്ലാത്ത ഡിജിറ്റ് മുഴുവൻ സിഗ്നിഫിക്കന്റ് ആണ്. ഫോർ എക്സാമ്പിൾ 285 സെന്റിമീറ്റർ എന്നൊരു യൂണിറ്റ്, 285 സെന്റിമീറ്റർ. We are given 285 സെന്റിമീറ്റർ എന്നാണ്. 285 സെന്റിമീറ്റർ. ഈ എക്സ്പ്രഷനിൽ how many significant figures are there? ഒന്നാമത്തെ പോയിന്റ് ഞാൻ പഠിപ്പിച്ചു, all non-zero digits are significant. സീറോ അല്ലാത്തത് എന്തും സിഗ്നിഫിക്കന്റ് ആണ്. So then we write here 3 significant figures are here. 3 significant figures are here. ഇതാണ് നമ്മൾ ആദ്യ റൗണ്ടിൽ പഠിച്ചത്. ഇന്ന് നോക്കുന്ന രണ്ടാമത്തെ പോയിന്റിലേക്ക് ഞാൻ വരും. ഇന്ന് എഴുതുന്ന രണ്ടാമത്തെ പോയിന്റ് എഴുതുകയും സെക്കൻഡ് പോയിന്റിലേക്ക് നമുക്ക് വരാം. സീറോസ് പ്രിസീഡിങ്, രണ്ടാമത്തെ പോയിന്റ് സീറോസ് പ്രിസീഡിങ് എഴുതുക. സീറോസ് പ്രിസീഡിങ് to first non-zero digit. Zeros preceding to first non-zero digit are no significant. Zeros preceding to first non-zero digit are not significant. രണ്ടാമത്തെ പോയിന്റ് ഞാൻ ബോർഡിൽ എഴുതാം. Zeros preceding non-zero digits. Zeros preceding to non-zero digits. Zeros preceding to non-zero digits are not significant. Are not significant. ഇതാണ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇതിന്റെ മീനിങ്? ആക്ച്വലി ഞാൻ പറയട്ടെ, ഈ പോയിന്റിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഡെസിമൽ നമ്പർ ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഡെസിമൽ വാല്യൂസ് ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ശരിക്കും പോയിന്റ് വാല്യൂസ് ആണെങ്കിൽ അവിടെയാണ് ഈ പോയിന്റിന്റെ പ്രാധാന്യം. ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ ഞാൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും. 0.03 എന്നൊരു വാല്യൂ കേട്ടോ. 0.03 മില്ലിമീറ്റർ ഒരു ആൻസർ എനിക്ക് കിട്ടി. അപ്പോ ഞാൻ തിരിച്ചറിയണം ഇതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്. പോയിന്റ് വാല്യൂ വരുന്ന കേസ് ആണെങ്കിൽ, വെറും ഡെസിമൽ വാല്യൂ വരുന്ന കേസ് ആണെങ്കിൽ
zeros preceding to non-zero digit. സീറോ അല്ലാത്തതിന്റെ ആദ്യം വരുന്ന സീറോ. സീറോ അല്ലാത്ത ഡിജിറ്റിന്റെ ആദ്യം വരുന്ന സീറോ പരിഗണിക്കേണ്ടതില്ല. സീറോ ചേർത്തൊരു പോയിന്റ് വാല്യൂ വരുന്നു. അതിൽ നോൺ സീറോ ഡിജിറ്റിന്റെ ആദ്യം വരുന്ന സീറോ പരിഗണിക്കേണ്ട കാര്യമില്ല. സോ ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗർ നോക്കുമ്പോൾ നിങ്ങൾ 0.03 ആരെ പരിഗണിക്കണ്ട? സീറോയെ പരിഗണിക്കണ്ട. ഞാൻ അതിന്റെ അർത്ഥം നമ്പർ ഓഫ് ഇവിടെ സിഗ്നിഫിക്കന്റ് ഫിഗർ എന്നതിന്റെ വാല്യൂ എത്രയുണ്ട് ഇവിടെ? only 1. മനസ്സിലായോ? സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ വാല്യൂ ഇവിടെ 1 ആണ്. ഒരു സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഇവിടെ ഉള്ളൂ. അതാണ് ഈ ലോ പറയുന്നത്. രണ്ടാമത്തെ റൂള് പറയുന്നതാണ്. വൺ മോർ എക്സാമ്പിൾ. എക്സാമ്പിൾ 0.00053 മീറ്റർ. ഇതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്ര വരും? പോയിന്റ് വാല്യൂസിന്റെ കേസ് ആണെങ്കിൽ നോൺ സീറോ ഡിജിറ്റിന് മുൻപായി വരുന്ന സീറോസ് പരിഗണിക്കണ്ട. നോൺ സീറോ ഡിജിറ്റിന് മുൻപായി വരുന്ന സീറോസ് പരിഗണിക്കണ്ട. സോ സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ വാല്യൂ എത്ര വരും? ഞാൻ നോക്കി. സീറോ വേണ്ട അറിയുള്ളൂ. only 2 digits. ഇതാണ് ഇതിന്റെ ആൻസർ. സിഗ്നിഫിക്കന്റ് ഫിഗർ ഈക്വൽസ് ടു എഴുതി വെച്ച് എക്സാമ്പിൾ രണ്ടെണ്ണം എഴുതിക്കേ. എക്സാമ്പിൾ 1, എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2 എഴുതി വെച്ച് 0.03 സിഗ്നിഫിക്കന്റ് ഫിഗർ 1, 0.0053 സിഗ്നിഫിക്കന്റ് ഫിഗർ 2. ക്ലിയർ? രണ്ട് എക്സാമ്പിൾ തന്നു. മൂന്നാമത്തെ പോയിന്റിലേക്ക് വരുന്നു. മൂന്നാമത്തെ റൂള് സീറോസ് ബിറ്റ്വീൻ two non-zero digits. Zeros between two non-zero digits. Zeros between two non-zero digits are significant. 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 മൂന്നാമത്തെ പോയിന്റ്. ക്ലിയർ? അതിന്റെ എക്സാമ്പിൾ ഞാൻ പറയും. മൂന്നാമത്തെ പോയിന്റ് പറയുന്നു. ആദ്യ റൂൾ എഴുതുന്നു. Zeros between two non-zero digits are significant. Two non-zero digits are significant. എന്താണ് മീനിങ്? നമുക്ക് ആദ്യം മീനിങ്ങിലേക്ക് വരാം. എന്താണ് ഇതിന്റെ മീനിങ്? മീനിങ് പറയാൻ പോവാം. രണ്ട് നോൺ സീറോ ഡിജിറ്റിനിടയിലായി വരുന്ന സീറോ പരിഗണിക്കണം. രണ്ട് നോൺ ഡിജിറ്റിനിടയിലായി വരുന്ന സീറോസ് കൺസിഡർ ചെയ്യണം. രണ്ട് നോൺ സീറോയ്ക്കിടയിലായി എത്ര സീറോ വന്നാലും സിഗ്നിഫിക്കന്റ് ഫിഗറായി പരിഗണിക്കണം.
Example. Example. ആദ്യത്തെ example. Example 1. 2.009. 2.009. ഞാൻ ആ നമ്പറിനെ അപ്രോച്ച് ചെയ്തു. നോൺ സീറോ ഡിജിറ്റ്, സീറോ അല്ലാത്ത നോൺ സീറോ, 9 നോൺ സീറോ, 9 നോൺ സീറോ. രണ്ട് നോൺ സീറോ ഡിജിറ്റിനിടയിലായി സീറോ വന്നാൽ പരിഗണിക്കണം. സോ സിഗ്നിഫിക്കന്റ് ഫിഗർ ഈക്വൽസ് എന്താ പറയാ? Significant figure equals 1, 2, 3, 4. Significant figure equals 4. Correct answer. ഇതാണ് എന്റെ ആൻസർ. എക്സാമ്പിൾ 1. രണ്ട് നോൺ സീറോ, ഞാൻ മാറി നിൽക്കുന്ന ബോർഡ് കാണാൻ വേണ്ടിയാ. രണ്ട് നോൺ സീറോ ഡിജിറ്റിനിടയിലായി, രണ്ട് നോൺ സീറോ ഡിജിറ്റ്സിനിടയിലായി സീറോസ് വന്നാൽ സീറോസ് പരിഗണിക്കണം. Same manner, one more example. Example 2. 60.065. 60, last 500. By electing our meaning very well. 60.06. 60.06. ഞാൻ നോക്കി നോൺ സീറോ ഡിജിറ്റ്, നോൺ സീറോ ഡിജിറ്റ് 6, നോൺ സീറോ ഡിജിറ്റ്. ഇതിനിടയിലായി വരുന്ന സീറോസ് കൺസിഡർ ചെയ്യണം. ഇടയിലായി വരുന്ന സീറോസ് കൺസിഡർ ചെയ്യണം. സോ figure equals 1, 2, 3, 4. That is the answer. Significant figure equal here also 4. Here also 4. നേരെ അല്പം സ്പീഡിൽ കയറുന്നു. നാലാമത്തെ പോയിന്റ്. ഈ റൂള് മൊത്തം പഠിച്ചു കഴിഞ്ഞ് പ്രോബ്ലം ചെയ്യുമ്പോഴാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. നാലാമത്തെ റൂള് എഴുതിക്കേ. നാലാമത്തെ റൂള് സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ നാലാമത്തെ റൂള് എഴുതാം. Zeros at the end. Rule number 4. Zeros at the end. Zeros at the end. Zeros at the end. Or right of a number. Zeros at the end or right of a number are significant, comma, significant ഒരു കോമയുടെ provided, significant provided they are on the right side of the decimal point. They are on the right side of the decimal point. They are on the right side of the decimal point. വായിച്ചേ. ഒന്ന് വായിച്ചു. ഞാൻ വീണ്ടും പറഞ്ഞുതരാം. Zeros at the end or right of a number are significant. ഒരു നമ്പറിന്റെ റൈറ്റ് സൈഡിലായി വരുന്ന സീറോസ് സിഗ്നിഫിക്കന്റ് ഫിഗറായി പരിഗണിക്കണം. ഒരു നമ്പറിന്റെ റൈറ്റ് സൈഡിലായി വരുന്ന സീറോസ് പരിഗണിക്കണം.
എപ്പോൾ പരിഗണിക്കണം? എപ്പോൾ? provided they are on the right side of a decimal point. പോയിന്റ് കഴിഞ്ഞ് വരുന്ന നമ്പർ അല്ല. പോയിന്റ് ചേർന്ന് വരുന്ന ഒരു നമ്പർ, പോയിന്റ് ചേർന്ന് വരുന്ന ഒരു നമ്പറിന്റെ റൈറ്റ് സൈഡിൽ 0 വരികയാണെങ്കിൽ ആ 0 സിഗ്നിഫിക്കന്റ് ഫിഗറായി പരിഗണിക്കണം. മറിച്ച് പോയിന്റ് ചേർന്ന് ഒരു നമ്പർ വരുന്നു, അതിന്റെ റൈറ്റ് സൈഡിൽ വെറും 0 വന്നാൽ പരിഗണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഡൗട്ടായി? ദാറ്റ് മീൻസ് ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. പ്രോബ്ലം വരുന്നത് പോയിന്റ് 200 gram, 0.200 gram എന്നാണ് നമ്മൾ കാൽക്കുലേഷൻ ചെയ്ത് വന്നപ്പോൾ നമുക്ക് വന്നത്. എങ്കിൽ ഇത് ഒരു ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പറിന്റെ റൈറ്റ് സൈഡിൽ 0 വന്നാൽ, ഡെസിമൽ പോയിന്റ് വരുന്ന നമ്പറിന്റെ റൈറ്റ് സൈഡിൽ 0 വന്നാൽ സിഗ്നിഫിക്കന്റ് ഫിഗറായി പരിഗണിക്കണം. significant figure equals ഈ നമ്പറിന്റെ റൈറ്റ് സൈഡിൽ വരുന്ന 0 പരിഗണിക്കണം. അപ്പൊ എത്ര വരും? significant equals 3. 0.200 gram എന്നൊരു യൂണിറ്റ് നമുക്ക് കിട്ടി ചെയ്തു വന്നപ്പോൾ അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ എത്രയേ ഉള്ളൂ? That is 3. Clear? ഇനി ഇത് തന്നെ ഇങ്ങനെ വരിക. 1.00 gram. 1.00 gram. നമ്മൾ പഠിച്ച പോയിന്റ് എന്താ? ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ, ഡെസിമൽ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ, ഞാൻ ആ ഡെസിമൽ പോയിന്റ് പോയി പിടിക്കാൻ പോകേണ്ട. ഡെസിമൽ പോയിന്റിനെ പിടിച്ചു. ഡെസിമൽ പോയിന്റ് റൈറ്റ് സൈഡിൽ, ഈ സൈഡിൽ ഒരു നമ്പറിന് ശേഷം, റൈറ്റ് സൈഡ് that means right of a number, ഒരു നമ്പറിന് ശേഷം വരുന്ന 0 പരിഗണിച്ചാൽ മതി. ഇവിടെ ആ നമ്പർ ഇല്ല, 0.00 ആയി. അതിന്റെ അർത്ഥം എന്താ? ഈ 0.00 പരിഗണിക്കേണ്ട കാര്യമില്ല, ഇത് പരിഗണിക്കരുത്. പറയുമ്പോ എത്രയുള്ളൂ? only 1 പൈസ, only 1 ഈ രീതിയിൽ വേണം ചെയ്യാൻ. മേളിൽ ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ ഒരു നമ്പർ, ആ നമ്പറിന്റെ റൈറ്റ് 0 വന്നാൽ പരിഗണിക്കണം. ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് ചുമ്മാതെ 0 ആണെങ്കിൽ പരിഗണിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? എക്സാമ്പിൾ രണ്ടും വേണമെങ്കിൽ എഴുതാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എഴുതിക്കേ. exact number have an infinite number. Exact number have an infinite number of exact number have an infinite number of significant figures. Exact number have an infinite number of significant figures. Okay, ഇപ്പൊ തന്നെ ഒരു എക്സാമ്പിൾ പറയാം. എന്റെ കയ്യിൽ കൃത്യം ഒരു മാറ്റമില്ല. എന്റെ കയ്യിൽ 2 ബോൾ ഉണ്ട്. 2 balls. How many significant figures are there? 2. ഞാൻ കടയിൽ നിന്നും
12 ഏത്തയ്ക്കാപ്പഴം വാങ്ങിച്ചു. കൃത്യം 12 ഏത്തയ്ക്കാപ്പഴം വാങ്ങിച്ചു. അതിന്റെ സിഗ്നിഫിക്കന്റ് ഫിഗർ 12 തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിൽ 4 മെമ്പേഴ്സ് ഉണ്ട്. 4 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ ദെയർ? 4. ഞാൻ പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ 46 കുട്ടികളുണ്ട്. ഉറപ്പ്. അപ്പൊ എന്ത് പറയാം? ഹൗ മെനി സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആർ ദെയർ? 46. മനസ്സിലായോ? അപ്പൊ ഈ രീതി എനിക്ക് എക്സാമ്പിൾ എഴുതാം. 2 balls, ഞാൻ പറഞ്ഞതന്നെ ആയിക്കോട്ടെ. 2 balls equals 2 significant figures. 2 balls equals 2 significant figures. അടുത്തത് 12 bananas. 12 bananas equals 12 significant figures. 12 significant figures. So 5 പോയിന്റ് തരാനാണ് സാധ്യത. 5 പോയിന്റ് ഞാൻ തന്നിരിക്കാൻ സാധ്യതയാണ് ഞാൻ കരുതുന്നു. അഭിഷേക് സജി വായിച്ചേ മോനെ 5 പോയിന്റ്. Non-zero digits are significant. Second, 0 preceding to first non-zero digits are non-significant. Third, 0 between non-zero digits are significant. 4, 0 at the end or right of a number are significant, provided they are on the right side of the decimal point. 5, exact number have an infinite number of significant figures. Okay, Abhishek ഭംഗിയായിട്ട് വായിച്ചു. Ivan Reggie വായിച്ച 5 പോയിന്റ്. Ivan, all non-zero digits are significant. Zeros proceeding to first non-zero digits are not significant. Zeros between two non-zero digits are significant. Zeros at the end or right of a number are significant, provided they are on the right side of the decimal point. Exact number have an infinite number of significant figures. Okay, then ഒരാൾ കൂടെ ചാൻസ് ഉണ്ട്. That is Alencia Rose. മോൾ വായിച്ച Alencia. All non-zero digits are significant. Zeros proceeding to first non-zero digits are non-significant. Zeros between two non-zero digits are significant. Zeros at the end or right of a number are significant, provided they are on the right side of the decimal point. Exact number have an infinite number of significant figures. Okay, clear. അപ്പോ അടുത്ത റൗണ്ടിൽ നമുക്ക് ബാക്കിയുള്ള ചാൻസ് തരാം. നമ്മുടെ ടോപ്പിക് തീർന്നുമല്ലോ. എഴുതിക്കേ. അടുത്ത addition and subtraction of significant figures. ഇതാണ് നിങ്ങൾക്ക് ലാബിൽ വേണ്ടത്. ലാബിൽ വേണ്ട കാര്യത്തിലേക്ക് ഞാൻ കയറുന്നു. ഇവിടെ നിന്നാണ് പഠിക്കേണ്ടത്. എഴുതിക്കേ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് എല്ലാരും ഓർത്തോണേ. എല്ലാരും കൃത്യമായി ഓർത്തോണം. സയൻസുകാരാണ്. എഴുതാം. ഇത് റിസൾട്ട് ഓഫ് ആൻ, ഇതാണ് ലാബിൽ വേണ്ട. ഇത് റിസൾട്ട് ഓഫ് ആൻ അഡീഷൻ. റിസൾട്ട് ഓഫ് ആൻ അഡീഷൻ. റിസൾട്ട് ഓഫ് ആൻ അഡീഷൻ ഓർ സബ്ട്രാക്ഷൻ. Result of an addition or subtraction. ഇത് ഞാൻ വീണ്ടും പറയും. ഇത് result of an addition or subtraction should be reported to the same number. Should be reported to the same number of decimal places.
reported to the same number of decimal places, same number of decimal places as that of the term, with the least number of decimal places. As that of the term with least number of decimal places. Least number of decimal places. Alina, mola point ഒന്ന് വായിച്ചേ. അലീന ഒന്ന് വായിച്ചേ പോയിന്റ്. The result of an addition or subtraction should be reported to the same number of decimal places as that of the term with least number of decimal places. Decimal places. Okay. Anaga, മോള് വായിച്ചേ. Anaga. The result of an addition or subtraction should be reported to the same number of decimal places as that of the term with the least number of decimal places. Okay, clear. Then അപ്പോ രണ്ടുപേരും വായിപ്പിച്ചത് ആ പോയിന്റ് എല്ലാവർക്കും എഴുതാൻ സാധിച്ചു എന്നറിയാൻ വേണ്ടി. അപ്പൊ അതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്ത് ഞാൻ ആ പോയിന്റിലേക്ക് വരും. എനിക്ക് ലാബിൽ ആഡ് ചെയ്യാൻ വേണ്ടി കിട്ടിയ വാല്യൂസ് ഇതൊക്കെയായിരുന്നു. എനിക്ക് ലാബിൽ ആഡ് ചെയ്യാൻ വേണ്ടി വന്ന വാല്യൂസ് ആഡ് physics India lab on the values is okay. 12.11 okay, 12.11 plus the value 12.11 plus 18.0 plus third value 1.01 So, ഈ മൂന്ന് വാല്യൂ ഞാൻ ആഡ് ചെയ്യും. ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, മൂന്ന് വാല്യൂ ആഡ് ചെയ്യാം. 12.11 12.11 plus 18.0 1.01 sorry 1.012 1.01 1.01 ഞാൻ അതിനു മുൻപ് ഞാൻ ഓരോ നമ്പറിലും ഇൻവോൾവ് ചെയ്യുന്ന സിഗ്നിഫിക്കന്റ് ഫിഗറിന്റെ കാര്യം ഞാൻ നോക്കുക. ഓരോ നമ്പറിലും ഇൻവോൾവ് ചെയ്യുന്ന സിഗ്നിഫിക്കന്റ് ഫിഗർ, സോ അല്ല ഡിജിറ്റ് നമുക്ക് ഈ സിഗ്നിഫിക്കന്റ് ഫിഗർ കൺസിഡർ ചെയ്യേണ്ട ഡിജിറ്റ് നോക്ക്. ഡിജിറ്റ് അതായത് എളുപ്പം ആഡ് ചെയ്യും. ഇവിടെ 1 plus 1 1 പോയിന്റ് അതുപോലെ 8 1 9 2 11 1 plus 1 31 31.122 എന്ന് എനിക്ക് കിട്ടി. എനിക്ക് ആൻസർ എത്ര? 31.122. ഈ ചോദ്യം വരിക ഈ രീതിയിൽ വേണമോ ഞാൻ ആൻസർ റിപ്പോർട്ട് ചെയ്യാൻ? എന്താണ് പോയിന്റ് പറയുന്നത്? നോക്കിക്കേ,
reported to the ആ സെൻസ് വായിച്ചേ അവിടെ ഒരു വായിച്ചേ reported to the same number of decimal places as that of the term with the least number of decimal places. നിങ്ങൾക്ക് തന്ന നമ്പറുകളിൽ ഏത് നമ്പറിനാണോ കുറവ് ഡെസിമൽ പ്ലേസസ് ഉള്ളത്, ഏത് നമ്പറിനാണോ കുറവ് ഡെസിമൽ പ്ലേസസ് ഉള്ളത് അതിന്റെ ടേംസിൽ ആൻസർ പറഞ്ഞാ മതി. ഞാൻ ഡെസിമൽ പ്ലേസ് ഓരോന്നിന്റെ എഴുതി. ഡെസിമൽ പ്ലേസ് ഓരോന്നിന്റെ എഴുതുക. 12.11 2 decimal places 2 decimal places 0.11 18.0 പോയിന്റ് കഴിഞ്ഞ് 0 കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതാ? only 1 decimal place, only 1 decimal place. ഇവിടെ വരുമ്പോഴോ 0 1 2 3 decimal place, 3 decimal place. എന്താ റൂൾ പറയുന്നത്? ഏറ്റവും കുറവ് ഡെസിമൽ പ്ലേസ് ഉള്ളത് എവിടെയാണോ ആ ടേംസിൽ ആൻസർ പറഞ്ഞാ മതി. ഞാൻ നോക്കി 2 1 3 ഇതിൽ കുറവല്ല. 1 ഡെസിമൽ പോയിന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവ്. 1 ഡെസിമൽ പോയിന്റ്. സോ ഞാൻ ആൻസർ പറയുമ്പോൾ എങ്ങനെ പറഞ്ഞാൽ മതി? ഒരു ഡെസിമൽ പോയിന്റ് വെച്ച് ഞാൻ ആൻസർ പറഞ്ഞാൽ മതി. സോ ഇവിടെ നിന്നും ഞാൻ ആൻസർ പറയുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞാൽ മതി? ഒരു പ്ലേസ് മതി. 31.1 ഇതായിരിക്കട്ടെ എന്റെ ആൻസർ. മനസ്സിലായെന്ന് കരുതുന്നു. ഇത്രയുള്ള സംഭവം. ആഡ് ചെയ്യാൻ നമ്പറുകൾ തന്നെങ്കിൽ ഏത് നമ്പറിനാണോ കുറവ് ഡെസിമൽ പോയിന്റ്, സിമ്പിൾ ആയി പറയാം, ഏത് നമ്പറിനാണോ കുറവ് ഡെസിമൽ പോയിന്റ് അത്രയും ഡെസിമൽ പോയിന്റിൽ ഫൈനൽ ആൻസർ റിപ്പോർട്ട് ചെയ്താൽ മതി. ഭംഗിയാ ചെയ്ത് വെച്ചേ. ആ ഡെഫിനേഷൻ ഒന്നുകൂടി പറയാമോ? എനിക്ക് ഏതാ മോനെ? ഡെഫിനേഷൻ ഏതാ മോനെ? ഡെഫിനേഷൻ ഡെഫിനേഷൻ ഡെഫിനിഷൻ. ഓക്കെ ആയോ? ഡെഫിനിഷൻ വീണ്ടും ഒന്നോ പറയാം. ഓക്കെ, ഞാൻ പറഞ്ഞ പാറ്റേൺ കിട്ടാൻ വേണ്ടി എമി മോളൊന്ന് വായിച്ചേ. Yes, sir. The result of an addition or subtraction should be reported to the same number of decimal places as that of the term with least number of decimal places. ഓക്കെ, എമി ഫ്ലോയിൽ ഒന്നുകൂടെ വായിച്ചു കൊടുത്തേ. Sir. The result of an addition or subtraction should be reported to the same number of decimal places as that of the term with least number of decimal places. ഓക്കെ, ക്ലിയർ. ഓക്കെ, എമി മോൾ ഭംഗി വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് എമിയുടെ പേര് ഞാൻ ഓർത്തിരിക്കുന്നത്. സോ ഞാൻ ഈ ഐഡിയ ഫ്രെയിം ചെയ്ത് പറയുമ്പോൾ അതേ പോയിന്റ് വീണ്ടും കയറി വരണമെന്നില്ല. നമ്മളെ കൃത്യം പറഞ്ഞു കയറി വരികയാണ്. അപ്പോ ചെറിയൊരു മാറ്റം വന്നാൽ അതുകൊണ്ട് അവർ നിങ്ങളെ വായിപ്പിച്ചോണ്ട് ക്ലിയർ ആയോ? മോനെ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ. ഇനി നിങ്ങളൊരു എക്സാമ്പിൾ ഒന്ന് ചെയ്ത് ആൻസർ ഒന്ന് റിപ്പോർട്ട് ചെയ്തേ. ഓർമ്മ തരാം, എഴുതാം. And 23.62 plus 19.123 plus 14.1 ആഡ് ചെയ്ത് ആൻസർ റിപ്പോർട്ട് ചെയ്ത് ആഡ് ചെയ്ത് ആൻസർ റിപ്പോർട്ട് ചെയ്യൂ. $6.8. So
ആദ്യം എനിക്ക് അറിയേണ്ടത് ആഡ് ചെയ്തപ്പോൾ ആദ്യം കംപ്ലീറ്റ് വാല്യൂ ആദ്യം പറയാം. കംപ്ലീറ്റ് വാല്യൂ 56. അഭിഷേക് ഉറക്കെ വായിച്ചേ. ആരെയും ഒരാൾ വായിക്കും, ഉറക്കെ വായിക്കും. 56.843. 56.843. 56.843. ഇതാണ് കിട്ടിയ ആൻസർ. ബട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ആൻസർ നോക്കുമ്പോൾ ഇവിടെ 2 ഡെസിമൽ പ്ലേസ്, ഇവിടെ 3 ഡെസിമൽ പ്ലേസ്, ഇവിടെ only 1 decimal place. So least decimal place il report ചെയ്താൽ മതി. So the answer is 56.8. It is the answer. 56.8 കോർഡിനേറ്റ് ആൻസർ ഇതാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. അടുത്ത നീങ്ങാം. എഴുതിക്കേ. Multiplication and division. Multiplication and division of significant figures. Multiplication and division of significant figures. എഴുതാം. Okay, here. Result must be here. Result must be reported with. Result must be reported with not more than significant figures. Not more than significant figures. Not more than significant figures as are in the measurement. Are in the measurement with. Are in the measurement with. Measurement with the few significant figures. Significant figures. ആ പോയിന്റ് അത്ര ശരിയായോ ഡൗട്ട്. ആ ഫ്ലോ കിട്ടുന്നില്ല പറയാൻ നോക്കിയിട്ട്. അപ്പോ അഭിഷേകെ ഒന്ന് വായിച്ച. അഭിഷേക്. Yes, sir. Here, result must be reported with not more than significant figures as are in the measurement within the few significant. സോ എന്റെ മീനിങ് ഞാൻ പറയാം. അവിടെ ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. എഴുതിക്കും. എക്സാമ്പിൾ 2.5 into 1.25 Okay, clear. Clear. അത് എളുപ്പത്തിൽ പറയുന്നത്, കാരണം ആ ഡെഫിനിഷൻ ഞാൻ ഉദ്ദേശിച്ച പോലെ കയറി. ബട്ട് എക്സ്പ്ലനേഷൻ വരുമ്പോ സംഭവം സിമ്പിളായി. 2 നമ്പറിനെ തമ്മിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ that means ഞാൻ തന്ന എക്സാമ്പിളിൽ ഇങ്ങനെ വരും. 2.5 into example 2.5 into
1.25. 1.2. 2.5 into 1.25. ഇതായിരുന്നു നമ്മൾ നോക്കിയ എക്സാം. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു ആൻസർ വരും. അതിനു മുൻപേ ഈ നമ്പറുകളുടെ സിഗ്നിഫിക്കന്റ് ഫിഗർ ഞാൻ താഴോട്ട് വരുന്നു. ആദ്യത്തെ 2.5 എന്ന് പറയുന്നു. 1.25 എന്ന് പറയുന്ന സെക്കൻഡ്. 2.5-നകത്ത് 2.5 എത്ര സിഗ്നിഫിക്കന്റ് ഫിഗർ ഉണ്ട്? സീറോസും ഇല്ല, ബാക്കി ഒന്നുമില്ല. ഏതായിരുന്നു നമ്മൾ എന്താ പഠിച്ചെന്താ? സീറോസ് ഇല്ലാതെ വരുന്നത് എന്തും സിഗ്നിഫിക്കന്റ്. അപ്പൊ എന്തായി? 2.5 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഈ 2.5 രണ്ട് സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ് ഉള്ളത്. അടുത്ത 1.25 വരും. 1.25 3 സിഗ്നിഫിക്കന്റ് ഫിഗർ ആണ്. ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ മാത്രമേ ഉള്ളൂ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ രണ്ട് നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ വരുന്ന റിസൾട്ട് ഏതായിരിക്കും? ചെയ്ത് നോക്കിയായിരുന്നു. അഭിഷേക് ചെയ്ത് നോക്കിയോ? പറഞ്ഞ മോനെ ആൻസർ. You 125 into 25. 125 into 25. Emi എത്ര കിട്ടിയ ആൻസർ? എമി മൾട്ടിപ്ലൈ ചെയ്തേ. Sir, 3.125. 3.125. 125. Okay. 3.125. 3.125 എന്നൊരു വാല്യൂ കിട്ടി. ആൻമറിയ ശരിയാണ് നമ്മളെ ആൻസർ. ആൻമറിയ 3.125 എന്നൊരു ആൻസർ കിട്ടി. ഓക്കെ, ക്ലിയർ. 3.125 എന്ന് പറയുന്ന ആൻസറിൽ എങ്ങനെയാണ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്? അവരെന്താ പറയുന്നത്? മൾട്ടിപ്ലൈ ചെയ്യുന്ന ആ നമ്പറുകളിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് എവിടെയാണോ അങ്ങനെ ക്ലിക്കായി. മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറുകളിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് എവിടെയാണോ മൾട്ടിപ്ലൈ ചെയ്യാൻ തന്നിരിക്കുന്ന നമ്പറുകളിൽ ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് എവിടെയാണോ അത്രയും ടേംസിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ എങ്ങനെ വരും? ഇവിടെ 3 സിഗ്നിഫിക്കന്റ് ഫിഗർ, അവിടെ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ. ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞു. നമ്മുടെ ആൻസർ 2 സിഗ്നിഫിക്കന്റ് വരുന്ന പോലെ പറഞ്ഞാൽ മതി. അതിന്റെ അർത്ഥം നമ്മുടെ ആൻസർ നമ്മൾ എങ്ങനെ പറയേണ്ടിയിരിക്കുന്നു? ഈക്വൽ ടു പറഞ്ഞേ 3.1 ആകുമ്പോൾ 2 സിഗ്നിഫിക്കന്റ് ഫിഗർ ആകുമല്ലോ. റിപ്പോർട്ടഡ് ആൻസർ 3.1. 3.1 is the reported answer. 3.1 is the reported answer. 3.1 is the reported answer. Reported answer 3.5 എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു. ഏതാണ് കിട്ടിയ ആൻസർ? 3.125 ആണ്. ബട്ട് റിപ്പോർട്ടഡ് ആൻസർ എന്ന് പറയുന്നത് കാര്യമാണ് 3.1 മാത്രം മതി. കാരണം മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിച്ച നമ്പറുകളിൽ കുറവ് സിഗ്നിഫിക്കന്റ് ഫിഗർ 2 ആയിരുന്നു. അതുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആൻസറിലും 2 മതി.
ഇതാണ് റിപ്പോർട്ട് ചെയ്യുന്ന ആൻസറിലും 2 മതി. ഇനിയാണ് ഒരിക്കലും മറക്കരുത് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് പറയുന്ന പോയിന്റ് എഴുതുക. സ്റ്റാർ ഇട്ട് ഈ 3 പോയിന്റ് എഴുതി വെക്കണം. നിങ്ങൾ പേപ്പറിലല്ല, മനസ്സിലായിരിക്കണം ഇത് കേറുന്നത്. എഴുതുക. ഒന്നാമത്തെ സ്റ്റാർ മാർക്ക്. ഫസ്റ്റ് സ്റ്റാർ, ഒന്നാമത്തെ സ്റ്റാർ മൂല്യം സ്റ്റാർ വാല്യൂ വരുന്ന ഒന്നാമത്തെ എഴുതി പറയുമ്പോ if the rightmost digit to be removed, if the rightmost digit to be removed, if the rightmost digit to be removed is more than 5, then the preceding number is increased by 1. Preceding number is increased by 1. ഒന്ന് വായിച്ച് കേൾക്കണോ? അല്ലാതെ അങ്ങോട്ട് ക്ലിയർ ആയെന്ന് തോന്നുന്നില്ല. അശ്വതി മോള് വായിച്ചേ. Yes, sir. If the rightmost digit to be removed is more than 5, then the preceding number is increased by 1. Increased by 1. Then Aina, മോളൊന്ന് വായിച്ചേ. Aina. If the rightmost digit to be removed is more than 5, then the preceding number is increased by 1. Correct. So, അതിന്റെ എക്സാമ്പിൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഫൈൻഡ് ആൻസർ 1.386 എന്നൊരു ആൻസർ എനിക്ക് കിട്ടി. 1.386 എന്നൊരു ആൻസർ എനിക്ക് കിട്ടി. ഈ ആൻസറും കൊണ്ട് ഞാൻ ടീച്ചറിന്റെ അടുത്ത് ചെയ്തു. ടീച്ചർ പറയുകയാണ് 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യൂ. ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യൂ. ടീച്ചർ എന്നോട് ആവശ്യപ്പെട്ടു 2 ഡെസിമൽ പ്ലേസിന് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നേരെ ആൻസർ നടത്തിയത് 1.386. പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് മതി. പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് മതി. ഈ 6 എന്നുള്ള ഡിജിറ്റ് വേണ്ട, അതൊഴിവാക്കാനാണ് ടീച്ചർ പറഞ്ഞിരിക്കുന്നത്. ടീച്ചർ പറഞ്ഞു ഈ 3ാമത്തെ ഡിജിറ്റ് ഒഴിവാക്കൂ എന്ന് ടീച്ചർ പറഞ്ഞു. ഞാൻ നോക്കി 5ൽ കൂടുതലാണ് ടീച്ചർ ഒഴിവാക്കാൻ പറഞ്ഞ നമ്പർ. ടീച്ചർ ഒഴിവാക്കാൻ പറഞ്ഞ നമ്പർ 5ൽ കൂടുതലാണ് എങ്കിൽ 2ാമത്തെ നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്യണം. 2ാമത്തെ നമ്പറിനോട് കൂടി 1 ആഡ് ചെയ്തു. വീണ്ടും കൊണ്ടുചെന്നു ആൻസർ 1.39. ടീച്ചറിനെ കാണിച്ചു, വരയിട്ടു. ടീച്ചർ എനിക്ക് തന്നു. ഐഡിയ മനസ്സിലായി കാണും. എക്സാമ്പിൾ എഴുതി. ഒഴിവാക്കുന്ന ഡിജിറ്റ് 5ൽ കൂടുതലാണെങ്കിൽ 2ാമത്തെ നമ്പറിന്റെ കൂടെ തൊട്ടടുത്ത നമ്പറിന്റെ കൂടെ
preceding number അങ്ങനെ പറയാം. preceding നമ്പറിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യണം. ക്ലിയർ? preceding നമ്പറിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റാർ എഴുതിക്കേ. രണ്ടാമത്തെ, if the rightmost digit if the rightmost digit to be removed is less than 5, അഞ്ചിൽ താഴെയുള്ളത്, less than 5, ഒഴിവാക്കുന്ന ഡിജിറ്റ് അഞ്ചിൽ താഴെയുള്ളതാണെങ്കിൽ ഇത് preceding number is not changed. ഇത് preceding number is not changed. എല്ലാവർക്കും മനസ്സിലായി? Example, that means, you know, example, 4.234. ടീച്ചർ പറഞ്ഞു 2 ഡെസിമലിനെ അറേഞ്ച് ചെയ്യൂ. 2 ഡെസിമലിനെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. ടീച്ചർ ഉദ്ദേശിച്ചത് ഈ മൂന്നാമത്തെ ഡിജിറ്റ് ഒഴിവാക്കാനാണ്. ആ ഡിജിറ്റ് ഞാൻ നോക്കി, 4, 5 താഴെ, ഒന്നും ചെയ്യണ്ട, രണ്ടാമത്തെ ഡിജിറ്റ് വെച്ച് എഴുതിയാൽ മതി. The answer is 4.23. That's all. 5 താഴെ ആയതുകൊണ്ട് ഇതിൽ യാതൊരു മാറ്റവുമില്ല. എനിക്ക് 4.2. ഓക്കെ, ഇനി ഒരു സ്റ്റാർ എഴുതിക്കും. If the rightmost digit to be removed is 5, 5 കൂടുതൽ, 5 താഴെ, ഇനി 5 ആണെങ്കിൽ എന്ത് ചെയ്യും? If the rightmost digit to be removed is 5, to be removed is 5, then the preceding number is not preceding number is എഴുതിയോ? preceding number is താഴെ മാറ്റിയാണ്. preceding number is option 1, 1, not change, bracket even number, not change even number. 5 മാറ്റി കഴിയുമ്പോൾ തൊട്ടടുത്ത നമ്പർ ഈവൻ ആണെങ്കിൽ ഒരു മാറ്റവുമില്ല, അത് തന്നെ. 5 മാറ്റി കഴിയുമ്പോൾ രണ്ടാമത്തെ add 1 ഇവിടെ ഓടാണ്, ഓഡ് നമ്പർ ആണ്. എങ്കിലും എക്സാമ്പിൾ കാണിക്കുമ്പോൾ അങ്ങനെ ക്ലിക്ക് ആവും. എക്സാമ്പിൾ 4.265 ഒഴിവാക്കാൻ പറഞ്ഞു. 5 ഒഴിവാക്കാൻ പറഞ്ഞു. 5 ഒഴിവാക്കാൻ പറഞ്ഞു. ഈ നമ്പർ നോക്കി, 6 നോക്കി, ആരാ? ഈവൻ നമ്പർ, ഒരു മാറ്റവുമില്ല. ആൻസർ 4.265. അടുത്ത എക്സാമ്പിൾ 4.275 ഒഴിവാക്കാൻ പറഞ്ഞു.
ഒഴിവാക്കി ഈക്വൽസ് അടുത്ത നമ്പർ ആര് ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യണം 5 ഒഴിവാക്കുമ്പോൾ ഈവൻ നമ്പർ ആണെങ്കിൽ സെയിം 5 ഒഴിവാക്കുമ്പോൾ ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്ന് ആഡ് ചെയ്യാം. സോ ബോയ്സ് ആൻഡ് ഗേൾസ്, ഇതോടുകൂടി സിഗ്നിഫിക്കന്റ് ഫിഗർ ടോപ്പിക് തീർന്നു. എന്റെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിലെ ഡീറ്റെയിൽ ആയി മറ്റു കാര്യങ്ങളിലേക്ക് കയറും. സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. Thank you, sir. 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 Thank you, sir.